നമസ്കാരം. എന്നോട് കഴിഞ്ഞ കുറേ തവണയായിട്ട് പലരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലത്ത് കാട് വെക്കണം, 3 ഏക്കർ സ്ഥലത്ത് കാട് വെക്കണം, എനിക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ കാട് വെക്കണം, എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ ഇതിന് ഞാൻ പലരോടും ഇങ്ങനെ അവിടെ വെക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ കൃത്യമായിട്ടൊരു ഉത്തരം പലപ്പോഴും പറയാറില്ല. പറയാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, എനിക്കത് കേൾക്കുമ്പോൾ ആദ്യം എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നൊരു വികാരം, ഇവരിതിൻ്റെ ചിലവിനെക്കുറിച്ച് കേട്ടില്ലേ. കാരണം വെച്ചാൽ ഒരു സെൻറ്റിൽ കാട് വെക്കാനായിട്ട് ഒരു 1,60,000 രൂപയാണ് സർക്കാർ തലത്തിൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചിലവാകുന്നത്. അത് 1 ഏക്കർ വരുമ്പം കോസ്റ്റ് കുറയും, പിന്നെ അവിടെ നമ്മുടെ വല പോലുള്ള കുറേ കാര്യങ്ങൾ കുറയും, ചിലവിൽ കുറച്ച് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ കുറച്ച് കുറവ് വരും, ഭൂമിയുടെ ഘടന അനുസരിച്ച് ചിലവിൽ കുറവ് വരും, സാധനങ്ങൾ കിട്ടാനുള്ള ലഭ്യത, അതുപോലെ അല്ലെങ്കിൽ കുന്നുംപുറത്താണെങ്കിൽ ചിലവ് കൂടും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എത്ര കുറഞ്ഞാലും നമ്മൾ തന്നെത്താനെ വെച്ചാലും നല്ല രീതിയിൽ ഇത് വെക്കണമെങ്കിൽ ഒരു 1,00,000 രൂപ അടുപ്പിച്ച് ഒരു സെൻറ്റിന് ചിലവ് വരും. അപ്പോൾ 1 ഏക്കറിൽ കാട് വെക്കാൻ വരുന്ന ചിലവ് 1 കോടി രൂപയാണ്, ഏറ്റവും കുറഞ്ഞ ചിലവ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് സാധനങ്ങൾ സമാഹരിച്ച് ചെയ്യുമ്പോൾ വരുന്ന ചിലവ്. അപ്പോൾ എങ്ങനെ 1 ഏക്കറിൽ കാട് വെക്കും, അതിനുള്ള മാർഗ്ഗത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഞാനൊരു ഇത് പറയാനൊരു കാരണം ഉണ്ടാച്ചാൽ, ഇന്നലെ മിഥുൻ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓപ്റ്റോ ഇലക്ട്രോണിക്സ് ലെമിറ്റക്കുകാരനായ മിഥുൻ സ്വന്തമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി കാട് വെച്ച് ചിലവ് കുറച്ച് 1/4 സെൻറ്റിന് 20,000 രൂപ, അഥവാ ഒരു സെൻറ്റിന് 80,000 രൂപ ചിലവിൽ ചെയ്യാമെന്ന് സ്വന്തം വീട്ടിൽ ചെയ്ത് കാണിച്ചു. ഇതിനിപ്പോൾ ഫോട്ടോണിക്സിലൊരു ജോലി കിട്ടിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രവേശിച്ചു. പക്ഷേ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അദ്ദേഹം വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഇടയ്ക്ക് വർക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഈ കാട്ടിൽ ഉണ്ടാകുന്ന ചെടികളും അതിന് വരുന്ന മാറ്റങ്ങളും, അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില രസമുള്ള ചില ഒബ്സർവേഷൻ അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ ചെടി, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ ചെടിക്ക് 6 മാസം കൂടുമ്പോഴാണ് ഇല വരിക, പുതിയ ഇല വരിക. പക്ഷേ മിഥുൻ്റെ മിയാവാക്കി തോട്ടത്തിൽ അതിന് 3 മാസം കൂടുമ്പോൾ 6 മാസത്തിനിടയ്ക്ക് 3 തവണ തളിരുവന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രയും സൂക്ഷ്മമായിട്ട് ഞാൻ നിരീക്ഷിക്കാറില്ല. ഒരുപക്ഷെ മിഥുനൊരു ശാസ്ത്രജ്ഞനാകാൻ പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടാവും വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ആ തോട്ടത്തിൽ പോയി തന്നെ നമുക്കൊരു തവണ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ പ്രധാന വിഷയം, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഒരു ചുരുക്കം, എങ്ങനെയാണ് നമുക്ക് ഒരു 1 ഏക്കറിൽ കാട് വെക്കാൻ ചിലവ് കുറച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞാനും ഇതുവഴി പറമ്പൊഴിയൊക്കെ കാണുന്ന കുറേ കാര്യങ്ങളിങ്ങനെ കണ്ടു. അപ്പോൾ അതെല്ലാം കൂടെ കണ്ടതിൻ്റെ ഒരു ചുരുക്കമായിട്ട് 1-2 കാര്യങ്ങൾ പറയാനാണ്. ഈ 1 ഏക്കർ സ്ഥലത്ത് കാട് വെക്കാനായിട്ട് സത്യത്തിൽ 1 ഏക്കറിൽ പൂർണ്ണമായിട്ട് കാട് വെക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. ഇത്രയധികം പൈസ മുടക്കി നമുക്ക് 1 ഏക്കറിൽ കാട് വെക്കാൻ ഒക്കില്ല. അപ്പോൾ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, 1 ഏക്കറിൽ നമുക്ക് ഒന്നുകിൽ ഈ 1 ഏക്കറിന് ചുറ്റും ഒരു അതിർത്തി പോലെ ഒരു 2 മീറ്റർ വീതിയിൽ, അല്ലെങ്കിൽ 4 മീറ്റർ 3 മീറ്റർ വീതിയിൽ നമുക്ക് കാട് വെച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ 2 മീറ്റർ വീതിയിൽ മൊത്തം ഒരു കാട് വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20% സ്ഥലം കാടായി മാറ്റേണ്ടി വരും. ബാക്കി 80% നമുക്ക് മറ്റു തരത്തിൽ ഉപയോഗിക്കാം. ഇതിന് ചുറ്റും നമുക്ക് നടക്കാം. ഇതിൽ പക്ഷികളും മറ്റ് ഫലങ്ങളും ഈ കായ്കളും പഴങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു ചുറ്റും പറമ്പിന് ചുറ്റും ഒരു വേലി വരുമ്പോൾ നമ്മുടെ ചൂട് നന്നായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിലൊക്കെ പ്രധാനം എന്ന് വെച്ചാൽ, ഈ നമ്മളിങ്ങനെ വെക്കുന്ന ഒരു ഹരിതവേലി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഈ 2 മീറ്റർ വീതിയിൽ വെക്കുന്നത്, അത് വളർന്ന് ഒരു 10 അടിക്കൊക്കെ മുകളിൽ ചെന്നുമ്പോൾ അതിൽ ധാരാളമായിട്ട് പക്ഷികൾ വന്നു തുടങ്ങും. പ്രത്യേകിച്ച് അതിൽ കായൊക്കെ ഉണ്ടാകുമ്പോൾ പക്ഷികൾ വന്നു തുടങ്ങും. ഈ പക്ഷികൾ വിത്ത് പലയിടത്തുനിന്നും കൊണ്ടയിടും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഇവിടെ ഒരു തരത്തിലും ഈ ഭാഗത്തെങ്ങും ഇല്ലാത്തൊരു ചെടിയാണ് കുളമാവ്. ആ കുളമാവ് മുകളിൽ കിളുത്ത് വരുന്നുണ്ട്. കുളമാവാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ ഒരു ഇല മണത്തിട്ട് എനിക്ക് തോന്നിയാണ്. എന്തായാലും അതൊരു അപൂർവ ചെടിയാണ്. ഇവിടെ വേറെ എങ്ങും ഞാനത് കണ്ടിട്ടില്ല. അത് 2 വിത്തുകൾ ഈ മിയാവാക്കി കാടിനടുത്തായിട്ട് അത് 2 ചെടികൾ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെടികൾ കിളുത്ത് വരുന്നത് ഈ പക്ഷികൾ വിത്ത് കൊണ്ടുവന്നിട്ടാണ്. ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാനിവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പല മരത്തിൻ്റെ ചൂട്ടിൽ ആദ്യം ഇട്ടിരുന്നു. ഒരു 2-3 മരത്തിൻ്റെ പലതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ഥലത്ത് പാഷൻ ഫ്രൂട്ട് വീണ് തൈകളുണ്ടാക്കി. മഴക്കാലത്ത് ഞങ്ങളത് പറിച്ച് മറ്റു മരങ്ങളിലൊക്കെ ചൂട്ടി വെക്കുകയൊക്കെ ചെയ്തു. ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോയെന്ന് വെച്ചാൽ കുറേയൊക്കെ കിട്ടും. പക്ഷേ ഇത് പാഷൻ ഫ്രൂട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടും. പക്ഷേ പയ്യെ അത് ഈ വവ്വാലും മറ്റ് പക്ഷികളും ഒക്കെ കൊണ്ടുപോകാൻ തുടങ്ങും. അങ്ങനെ ഒരു സീസൺ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം വവ്വാൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ വവ്വാലിനെ ഓടിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് പിടിക്കാം. അതുപോലെ ഇവിടെ ഈ മരപ്പെട്ടി കാഷ്ടിച്ച് പഴം തിന്നിട്ട് കാഷ്ടിച്ചിട്ട് ധാരാളം കാണാം. അവന് ഈ പപ്പായും പല സാധനവും അവൻ കയറി കഴിക്കുന്നുണ്ട്. പിന്നെ പക്ഷികൾ ധാരാളമുണ്ട്. പക്ഷികൾ പലതും തിന്നുകൊണ്ട് പോകുന്നൊക്കെയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ ഒരു വിത്ത് വിതരണം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കാനായിട്ട് വരുന്ന വവ്വാൽ വെറും കൈയോടെ വരികയല്ല, അവൻ എനിക്കെന്തെങ്കിലുമൊക്കെ സമ്മാനം ഇവിടെ കൊണ്ട് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇവിടെയൊക്കെ ഈ പാറ എടുക്കലും പലയിടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ മരങ്ങൾ കിളുത്തു വരുന്നത്, നമ്മൾ വെക്കാത്ത സ്ഥലങ്ങളിൽ മരം കിളുത്തു വരുന്നത് ഇങ്ങനെ ഈ ജീവികൾ കൊണ്ട് ഇടുന്ന വിത്തുകളാണ്. അപ്പോൾ അത് ഏതാണെന്നൊന്നും പറയാനൊക്കില്ല.
ചിലപ്പോൾ കാഞ്ഞിലായിരിക്കും, ആ പ്രദേശത്ത് അതിനടുത്തുള്ള മരം ഏതാണെന്ന് അതിൻ്റെ വിത്തായിരിക്കും അവനിവിടെ കൊണ്ടിടുന്നത്. അപ്പം നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, ചെറിയ ചെറിയ മിയാവാക്കി ബെൽറ്റുകൾ വെക്കാം. ഇപ്പോൾ പറമ്പിന് ചുറ്റും ഒരു 20 സെൻറ്റ് വെക്കുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ വെക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 25 ലക്ഷം രൂപയെങ്കിലും അതിന് വേണ്ടി വരും. ഒരേക്കറിൽ ഒരു 20 സെൻറ്റിൽ ഇങ്ങനെ വെച്ചാൽ പിന്നെ അത് വേണ്ടിടത്തോട്ട് കുറേ മരങ്ങളുമൊക്കെ വളർന്നത് വരും. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് 2 സെൻറ്റോ 3 സെൻറ്റോ 4 സെൻറ്റോ ഉള്ള ചെറിയ ചെറിയ കാടുകൾ, ഇപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം ഒരു ചെറിയ കാടാക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഈ പാർക്കെട്ടിനിടയ്ക്ക് ഒരു ചെറിയത് ഒരു 25 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് വരുമ്പോഴും ഈ മരങ്ങൾ ഉണ്ടാകുകയും ആ മരങ്ങളിൽ പക്ഷികളും മറ്റും വന്നിരിക്കുകയും അവ പുതിയ വിത്ത് കൊണ്ടിടുകയും ചെയ്ത് കാലക്രമേണ ബാക്കി ഭാഗങ്ങളെ നമുക്ക് വേണ്ട തരത്തിൽ മരങ്ങൾ നിറഞ്ഞൊരു പ്രദേശമായിട്ട് മാറും. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഈ മരം തെളിക്കാതിരിക്കുക, റബ്ബറാണെങ്കിൽ പോലും റബ്ബർ തോട്ടം ഒറ്റയടിക്ക് തെളിക്കാതിരിക്കുക. എവിടെ നിങ്ങൾ കാട് വെക്കാൻ ഉദ്ദേശിക്കുന്നോ, ഇപ്പോൾ ഇവിടെ 2 ഏക്കർ സ്ഥലത്ത് ഞാൻ കാട് വെച്ചു എന്ന് ഞാനും പറയുന്നുണ്ട്, കാണുന്നവരും പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനിവിടെ ഒരു 30 സെൻറ്റ് കഷ്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം 3 സെൻറ്റും 2 സെൻറ്റും 1 സെൻറ്റും ഒക്കെ ഉള്ള ചെറിയ ചെറിയ തുണ്ടുകളാണ് ഈ അവിടെ ഇവിടെയെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത്. ഇനി അത് വളർന്നു കഴിയുമ്പോൾ പിന്നെ പുതിയ മരങ്ങൾ തന്നെത്താനെ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പഴം തിന്നാൻ വരുന്ന പക്ഷികൾ, അതിൽ പനയും മറ്റും വെച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഞാൻ വിട്ടുപോയൊരു സാധനമാണ് നമ്മുടെ ഈ ഇവിടെ ഇല്ലാത്തൊരു സാധനമാണ് കുടപ്പന. കഴിഞ്ഞ തവണ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. കുടപ്പന ഇപ്പോൾ ഒരു 10-20 തൈകൾ ഞങ്ങളിവിടെ പലതായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ പലതരം മരങ്ങൾ വരുമ്പോൾ പലതരം മരങ്ങളിൽ കൂട് വെക്കുന്ന കക്ഷികൾ വരും. ഈയിടെ ഇവിടെ കുരങ്ങന്മാർ വന്നിരുന്നു. കുരങ്ങന്മാർ വന്നു കഴിഞ്ഞാൽ ശല്യമാണെന്ന് നമ്മൾ പറയും, അവനെല്ലാം വലിച്ചു പറിക്കും, തിന്നും. ശരിയാണ്, അത് വല്ലതും തിന്നാനായിട്ട് എന്തൊക്കെ വലിച്ചു പറിക്കും. പക്ഷേ ആ കൂട്ടത്തിൽ ഇതുപോലെ എന്തെങ്കിലും സാധനമൊക്കെ അവൻ പറിച്ച് താഴോട്ടിടുകയും മേലോട്ടിടുകയും കൊണ്ടിടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ ഈ പക്ഷി നിരീക്ഷണം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ദമ്പതികൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരിത് കണ്ട് ഇവിടെ ഒരു അത്തി പൂത്തുകിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ അത്തിയിൽ കായുണ്ടായി. അത് ഇസ്രായേലി ഫിഗ് ആണെന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച തൈയാണ്. അപ്പോൾ ആ കായകൾ കണ്ടപ്പോൾ അവരാദ്യം പറഞ്ഞത് ഇവിടെ കോഴിവേഴാമ്പൽ വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ പ്രദേശത്ത് കോഴിവേഴാമ്പൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഈ അത്തിയുടെ കാ തിന്നാനായിട്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പക്ഷികൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം തപ്പി വളരെ ദൂരെ നിന്നെത്തും. അപ്പോൾ നമ്മളൊരു ഒരേക്കർ ഭൂമിയിൽ എങ്ങനെ കാട് വെക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഒരേക്കറിൽ നിങ്ങൾ 3 സെൻറ്റെങ്കിൽ 3 സെൻറ്റ്, 5 സെൻറ്റെങ്കിൽ 5 സെൻറ്റ്, അല്ലെങ്കിൽ 10-20 സെൻറ്റ്, അതിൽ കൂടുതലൊന്നും നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. ബാക്കി ആവശ്യമുള്ള മരങ്ങൾ പ്രകൃതി തന്നെത്താനെ അവിടെ കിളിപ്പിച്ചുകൊള്ളും. പിന്നെ ഈ ചെറിയ പച്ച തുരുത്തുകൾ പോലെ കാട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ ഭാഗത്ത് അതിനടുത്തായിട്ടൊരു ചെറിയ കാട് വെക്കുക. അപ്പോൾ അവിടെയുള്ള കൂടുതലായുള്ള വെള്ളം ഈ ചെടികളങ്ങ് വലിച്ചെടുത്തോളും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെള്ളം താഴോട്ട് കുത്തിയൊലിച്ച് പോകുന്നു, മണ്ണിന് ചെരിവുണ്ട്, അപ്പോൾ ആ ചെരിവ് ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട്, വെള്ളത്തെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് അവിടെ ഒരു ചെറിയ സ്ട്രിപ്പ് വെക്കുക. അങ്ങനെ 200 സ്ക്വയർ ഫീറ്റിൻ്റെയോ 300 സ്ക്വയർ ഫീറ്റിൻ്റെയോ ഒക്കെ കാടുകൾ പറമ്പിൻ്റെ പല മൂലകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കാണാനും രസമായിരിക്കും. ഭാവിയിൽ പറമ്പിനെ മൊത്തം ഒരു ഹരിതവൽക്കരിക്കാൻ നമുക്ക് അത് സഹായകമാകും. അല്ലാതെ 1 ഏക്കർ പറമ്പിൽ 1 കോടി രൂപ മുടക്കി അല്ലെങ്കിൽ 1.5 കോടി രൂപ മുടക്കി കാട് വെക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല. 20-25 ലക്ഷം രൂപ മുടക്കുക ന്യായമായൊരു കാര്യമാണ്. കാരണം ഇതിൽ ഒരു കാര്യം ആലോചിക്കേണ്ടത്, വസ്തുവിൻ്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊരു മൊട്ടക്കുന്നായിട്ട് കിടക്കുന്ന സ്ഥലം വളരെ മനോഹരമായ ഒരു ഗ്രീനറിയൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് മാറുകയാണ്. ഒരുപക്ഷേ നാളെ നിങ്ങൾക്ക് അതിനെ ഒരു റിസോർട്ടോ മറ്റെന്തെങ്കിലുമായിട്ട് മാറ്റാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിലുണ്ടാകുന്ന മരങ്ങൾക്ക് 4 ഇരട്ടി വളർച്ച വരികയാണ്. അപ്പോൾ അടുത്ത ഒരു 10 കൊല്ലോ 15 കൊല്ലോ കഴിയുമ്പോൾ നിങ്ങളുടെ പറമ്പിൽ നല്ല വിലയുള്ള കുറേ മരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അതിൽ അമിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ചെറിയ തോതിൽ ചെറിയ ചെറിയ തുരുത്തുകളുണ്ടാക്കി ആ തുരുത്തുകൾ തമ്മിൽ പ്രകൃതി സംയോജിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുക. അത് നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ നമുക്ക് വലിയ പ്രദേശങ്ങളെ കാടായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു പ്രദേശം മൊത്തം കാടായി പോയി എന്നുള്ള പ്രശ്നവുമില്ല. നമ്മുടെ ആവശ്യങ്ങളും നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമങ്ങളും വിജയിക്കും.